Guys, I just want to inform you that tomorrow morning, that is Saturday, tomorrow is Saturday, Saturday 10 a.m. we going for a live talk. അതായത് നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് ഒരു ലൈവ് ടോക്ക് പോകുന്നു. നമുക്ക് ബിറ്റ്കോയിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. മേ ബി നിങ്ങൾ പലർക്കും നാളെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഈ ലോകത്തെ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇതുവരെയും കേൾക്കാത്ത കുറേ അറിവുകളായിരിക്കും നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ഒരു ലൈവ് ടോക്ക് നടക്കുന്നത് ഡിസ്കോഡ് എന്ന് പറയുന്നൊരു ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം മൊബൈലിനകത്ത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഇതിനകത്താണ് നമ്മൾ യൂട്യൂബിലല്ല, ഡിസ്കോഡിലാണ് നടക്കുന്നത്. നിങ്ങൾക്കിത് ലൈവ് ടോക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കോഡിൽ വന്ന് ജോയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനൊക്കും. അതായത് ഹാർഡ്വെയർ വാലറ്റ്, എങ്ങനെ നിങ്ങൾ ഹാർഡ്വെയർ വാലറ്റ് ചൂസ് ചെയ്യണം, എങ്ങനെയാണ് സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ഹാർഡ്വെയർ വാലറ്റിൻ്റെ റെക്കമെൻഡേഷൻ ഏതൊക്കെയാണ്, ഓക്കെ, ഹോട്ട് വാലറ്റിൻ്റെ ഇൻഫർമേഷൻ, സ്പാരോ വാലറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനൊക്കും. ഇത് പ്രൈവറ്റ് ചാറ്റ് റൂമാണ്. ഇത് പെയ്ഡഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് മാത്രം ആക്സസ് ഉള്ളൊരു ചാറ്റ് റൂമാണ്. നിങ്ങൾ പെയ്ഡഡ് അല്ലാത്ത ആളുകൾക്ക് പബ്ലിക് ചാറ്റ് റൂമുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാളത്തെ ഈവൻറ്റിനെ കുറിച്ചാണ്. ടുമാറോ മോർണിംഗ്, അതായത് സാറ്റർഡേ ഇന്ത്യൻ ടൈമാണ്. ഇന്ത്യൻ ടൈം സാറ്റർഡേ മോർണിംഗ് 10 AM 10 മണിക്ക് നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മേ ബി ഒരു 1-1.5 മണിക്കൂറോളം നീളുന്ന ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇൻഫർമേറ്റീവ് ആയിരിക്കും. ഇൻട്രസ്റ്റിങ്ങിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ആയിരിക്കും. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷനും നോളജുകളും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടും. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ ഓറഞ്ച് ബിൽഡായി, അതായത് എങ്ങനെ ഞാൻ ബിറ്റ്കോയിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു, എന്തുകൊണ്ട് ബിറ്റ്കോയിനകത്ത് വാല്യൂ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ഒരു ജേർണി ഞാൻ പങ്കുവെക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ബിറ്റ്കോയിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ചിലപ്പം പല ആളുകളും പല രീതിയിലാണ് ബിറ്റ്കോയിനെ മനസ്സിലാക്കുന്നത്, ബിറ്റ്കോയിനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത എന്താണെന്ന് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ പല ആളുകൾക്കും ബിറ്റ്കോയിൻ ഇതുവരെ പൂർണ്ണമായിട്ടും അറിയാത്ത ആളുകൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ ചാൻസസ് ഉണ്ട്. എല്ലാവർക്കും ഇല്ല, പലർക്കും. എന്നെപ്പോലെ ചില ആളുകൾക്ക്, എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേഗം അതിനെക്കുറിച്ച് മനസ്സിലാവും. സോ ഞാൻ എല്ലാവരെയും അവരെ പ്രതീക്ഷിക്കുന്നു നാളെ. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ ബൈ.